السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ മദാരിജ് സാലിക്കീൻ എന്ന ഗ്രന്ഥത്തിലെ അഅ്മാലു ഖുലൂബുൽ ക്രോഡീകരിച്ച അലിക്സീർ എന്ന കിതാബിൽ കഴിഞ്ഞ ദർസിൽ നാം വായിച്ചത് ഫദ്ലുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വമാ യഖഉ ഫിൽ ഖൽബി മിൻഹാ, മൻസിലത്തുത് തൗബയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഫദ്ലും അതുപോലെ അത് ഖൽബിലുണ്ടാക്കുന്ന അനന്തരഫലങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം വായിച്ച് ആരംഭിച്ചത്. അപ്പോൾ തൗബയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അതിൽ എത്രത്തോളമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സ്വാധീനം ഒരാൾ പാപങ്ങൾ ഒഴിവാകാനും അവൻ പാപങ്ങളിൽ നിന്ന് അകലാനും കാരണമാകുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിനെ തുടർന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഫദ്ലും അതിൻ്റെ പ്രകാശം പാപങ്ങളിൽ നിന്ന് ഒരാൾക്ക് സംരക്ഷണമേകും എന്നീ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നു, വലൈസ തൗഹീദു മുജറദ ഇഖ്റാരിൽ അബ്ദി ബിഅന്നഹു ലാ ഖാലിഖ ഇല്ലല്ലാഹ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഒരടിമ അള്ളാഹു അല്ലാതെ ഒരു സൃഷ്ടാവില്ല എന്ന് മാത്രം അംഗീകരിക്കുന്നതല്ല. ഒരടിമ അംഗീകരിച്ചു അള്ളാഹു അല്ലാതെ ഒരു സൃഷ്ടാവില്ല എന്നൊരടിമ അംഗീകരിച്ചു, അതല്ല തൗഹീദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഅന്നല്ലാഹ റബ്ബു കുല്ലി ഷൈഇൻ വമലീകുഹു, അതുപോലെ തന്നെ അള്ളാഹു അല്ലാതെ ഒരു ഖാലിഖില്ല, അതുപോലെ അള്ളാഹുവാണ് എല്ലാത്തിൻ്റെയും റബ്ബ്, അധികാരി, അതുമാത്രം അംഗീകരിച്ചുകൊണ്ട് എന്താകില്ല, ഒരാൾ തൗഹീദുള്ളവനാകില്ല. കമാ കാന ഉബ്ബാദുൽ അസ്നാമി മുഖിറീന ബിദാലിക വഹും മുശ്രിക്കൂൻ, ഏതുപോലെ ഉബ്ബാദുൽ അസ്നാം വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന മുശ്രിക്കീങ്ങൾ അവർ അംഗീകരിക്കുന്ന പോലെ അവരെന്തംഗീകരിക്കുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല ഖാലിഖാണ് എന്നും അള്ളാഹു തആല നിയന്താവാണ്, അധികാരിയാണെന്നെല്ലാം അംഗീകരിക്കുന്നുണ്ട്. ബലി തൗഹീദ് യതളമ്മനു മിൻ മഹബ്ബത്തില്ലാ, എന്നാൽ യഥാർത്ഥ തൗഹീദ് എന്ന് പറഞ്ഞാൽ അതിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ അള്ളാഹുവിനോടുള്ള ഇഷ്ടമുണ്ടാകും. വൽ ഖുദൂഇ ലഹു, അള്ളാഹുവിനോടുള്ള അതിയായ താഴ്മയുണ്ടാകും. വദുല്ലി ലഹു, വിധേയത്വമുണ്ടാകും. വകമാലിൽ ഇൻഖിയാദി ലിത്വാഅതിഹി, അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ പരിപൂർണമായ അനുസരണമുണ്ടാകും. വൈഖ്ലാസിൽ ഇബാദത്തി ലഹു, അതുപോലെ ഇബാദത്തിൽ പൂർണ്ണമായ നിഷ്കളങ്കത, അള്ളാഹുവിന് വേണ്ടി മാത്രം ഇബാദത്ത് നിർവഹിക്കും. വഇറാദത്തി വജ്ഹിഹി അൽഅഅ്ലാ ബിജമീഇൽ അഖ്വാലി വൽ അഅ്മാൽ, എല്ലാ വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിക്കുന്ന അവസ്ഥയുണ്ടാകും. വൽ മൻഇ വൽ അതാഇ വൽ ഹുബ്ബി വൽ ബുഗ്ദ്, തടയുന്നതിലും നൽകുന്നതിലും സ്നേഹിക്കുന്നതിലും വെറുക്കുന്നതിലും എല്ലാം അള്ളാഹുവിന് വേണ്ടി മാത്രമാകുന്ന അവസ്ഥയുണ്ടാകും. മാ യഹൂലു ബൈന സ്വാഹിബിഹി വബൈനൽ അസ്ബാബി ദാഇയത്തി അൽ മആസി, അതുപോലെ തന്നെ തൗഹീദുള്ള ഒരുവൻ്റെയും അവനെ പാപങ്ങളിലേക്ക് ക്ഷണിക്കുന്ന സാഹചര്യങ്ങൾ, തേട്ടങ്ങൾ, അഥവാ അവനൊരു പാപം ചെയ്യാനുള്ള എല്ലാ അവസരവും ഒരുങ്ങി എല്ലാ സാഹചര്യമുള്ള സമയത്തും അവനെ തൗഹീദ് ഉണ്ടാവുമ്പോൾ എന്തുണ്ടാകും, അള്ളാഹ്ക്ക് വേണ്ടി അത് ഒഴിവാക്കാൻ, അള്ളാഹ്ക്ക് വേണ്ടി വേണ്ട വെക്കാൻ എന്നീ നിലക്കുള്ള തീരുമാനങ്ങൾ, അതാണ് തൗഹീദ്. വൽ ഇസ്റാരി അലൈഹ, അതുപോലെ തന്നെ പാപത്തിൽ തുടരെ പാപത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കാൻ തടസ്സമാകുന്ന കാര്യമായി മാറുന്നതാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ തൗഹീദ് എന്ന് പറഞ്ഞാൽ വെറുതെ അള്ളാഹു ഖാലിഖാണെന്ന് അംഗീകരിച്ചാൽ പോരാ, അള്ളാഹുവിനോട് ഇഷ്ടവും താഴ്മയും വിധേയത്വവും ഇഖ്ലാസും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അതുപോലെ പാപങ്ങളിൽ നിന്ന് തടയുന്ന, പാപങ്ങൾ ഒഴിവാക്കാൻ കാരണമാകുന്നൊരവസ്ഥയും ഉണ്ടാകണം. വമൻ അറഫ ഹാദ, ആരാണോ ഇത് മനസ്സിലാക്കുന്നത്, വഹാദ അറഫ ഖൗല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ഹറമ അലന്നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്,
ആരാണോ ഈ ഒരു തൗഹീദിൻ്റെ ആശയത്തെ മനസ്സിലാക്കുന്നത്, തൗഹീദ് എന്ന് പറഞ്ഞാൽ ഈ നിലക്കുള്ള പരിപൂർണമായിട്ടുള്ള ആശയങ്ങൾ ഉണ്ട് എന്നും ആരാണോ മനസ്സിലാക്കുന്നത്, അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിനെയും മനസ്സിലാക്കും. ഇന്നല്ലാഹ ഹറമ അലന്നാർ, അല്ലാഹു തആല നരകത്തിനുമേൽ ഹറാമാക്കിയിരിക്കുന്നു. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്, യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്, അല്ലാഹുവിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വഖൗലഹു ലാ യദ്ഖുലുന്നാറ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ നരകത്തിൽ പ്രവേശിക്കില്ല എന്നുള്ള ഈ ഹദീസും. അതായത് ഇപ്പോൾ തൗഹീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ ധരിച്ചിട്ടുള്ളത്, പ്രത്യേകിച്ചും തൗഹീദിൻ്റെ ആളുകൾ, ഞാൻ തൗഹീദ് ഉള്ളവനാണ്, എനിക്ക് തൗഹീദ് തികഞ്ഞു, ഇനി എനിക്ക് വേറൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്, ആ തൗഹീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹിനെ മാത്രം ആരാധിക്കുന്നവനാണ് ഞാൻ എന്ന് അംഗീകരിച്ചാൽ മതി എന്ന നിലക്കാണ്. ഒരിക്കലും അങ്ങനെയല്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഖുബൂരികളും അതുപോലെ തന്നെ ഖുറാഫികളായിട്ടുള്ള ആളുകൾ, അവരൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സൃഷ്ടാവാണ് അല്ലെങ്കിൽ അള്ളാഹു നിയന്താവാണെന്ന് വിശ്വസിച്ചാൽ മതി എന്നാണ്. പക്ഷേ തൗഹീദിൻ്റെ പരിപൂർണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ തഹ്ഖീഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നിലക്ക് ഒരുവൻ്റെ ഇഷ്ടവും വെറുപ്പും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് വേണ്ടി മാത്രമാകുന്ന, അവൻ്റെ പാപങ്ങളിൽ നിന്ന് ഒഴിവാകാൻ പോലും, പാപങ്ങളിൽ തുടരാൻ പോലും തടസ്സമാകുന്ന രീതിയിൽ ശക്തമാകുമ്പോഴാണ് ഒരാൾ തൗഹീദ് സാക്ഷാത്കരിച്ചവനായി മാറുക. എന്നാൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ ഇതിൻ്റെ ആശയത്തെ, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഉദ്ദേശിച്ചുള്ള ആശയത്തെ ഒന്നുകൂടി വ്യക്തമാക്കുന്ന ചില വാക്കുകൾ പറയുകയാണ്. വശാരിഉ സ്വലവാത്തുല്ലാഹി വസലാമുഹു അലൈഹി, നമുക്ക് നിയമം പഠിപ്പിച്ചു തന്നിട്ടുള്ള ശാരിയ യഥാർത്ഥത്തിൽ അള്ളാഹു ആണ്, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു തന്നു എന്ന നിലക്ക് ഉദ്ദേശിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാമുഹു അലൈഹി ലം യജ്അൽ ദാലിക ഹാസിലൻ ബിമുജറദി ഖൗലി ലിസാനി ഫഖത്ത്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം നാവുകൊണ്ടുള്ള ഒരു വാക്കിൽ മാത്രം ആ തൗഹീദിനെ ഒതുക്കിയിട്ടില്ല, അല്ലെങ്കിൽ അത് മാത്രം മതി എന്ന നിലക്കല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം ഫഇന്ന ഹാദാ ഖിലാഫുൽ മഅലൂൽ ബിൽ ഇൽതിറാരി മിൻ ദീനിൽ ഇസ്ലാം, ദീനിൻ്റെ ലറൂറത്തിൽപ്പെട്ട അഥവാ ദീനിൻ്റെ അടിസ്ഥാനത്തിൽപ്പെട്ട അറിയപ്പെട്ട പല കാര്യങ്ങൾക്കും അത് എതിരാവും. അതായത് ഒരാൾ വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ വെറുതെ നാവ് കൊണ്ട് തൗഹീദ് പറഞ്ഞാൽ മതി, അപ്പോൾ അവൻ എല്ലാ തൗഹീദിൻ്റെ ഭാഗങ്ങളും പൂർത്തീകരിച്ചവനായി, അവൻ പൂർണ്ണമായി തൗഹീദിൻ്റെ ഉന്നതമായ ദർജയിലെത്തി, അങ്ങനെ പരിഗണിക്കാൻ പറ്റില്ല. ഞാൻ തൗഹീദ് ഉള്ളവനാണ് എന്നൊരാൾ കുറേ പറഞ്ഞതുകൊണ്ട്, നാവ് കൊണ്ട് പറഞ്ഞതുകൊണ്ട് അവൻ ആ നിലക്കെത്തില്ല. കാരണം അങ്ങനെ എത്തുമെങ്കിൽ അത് പല ദീനിൻ്റെ അടിസ്ഥാനങ്ങൾക്കും എതിരാകുന്നൊരു കാര്യമായി തീരും. എന്താണ് കാരണം? ഫൈനൽ മുനാഫിഖീന യഖൂലൂനഹ ബിഅൽസിനതിഹിം, കാരണം മുനാഫിഖീങ്ങൾ അവരുടെ നാവ് കൊണ്ട് ഈ ഞങ്ങൾ തൗഹീദ് ഉള്ളവരാണ്, ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ മുസ്ലിമായി പരിഗണിച്ചിട്ടുണ്ട്. മുനാഫിഖീങ്ങളെ ഒരിക്കലും കാഫിറാണെന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊല്ലാൻ ഒരുങ്ങിയിട്ടില്ല, അവരെ മുസ്ലിമായി പരിഗണിച്ചിട്ടുണ്ട്. പക്ഷേ മുനാഫിഖീങ്ങളുടെ അവസ്ഥ എന്താ? അവർ വഹും തഹ്തൽ ജാഹിദീന ലഹാ ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, അവർ ഏറ്റവും നരകത്തിൻ്റെ അടിത്തട്ടിലായി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് അവരുണ്ടാവുക. നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലാണ് അക്കൂട്ടർ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് മുനാഫിക്കൾക്ക് അവസ്ഥ വന്നത്? കേവലം നാവ് കൊണ്ട് പറഞ്ഞിട്ടേ ഉള്ളൂ. എന്നിട്ട് പറയാണ് ഫലാ ബുദ്ദ മിൻ ഖൗലിൽ ഖൽബ്, പക്ഷേ ഖൽബിൻ്റെ വാക്കും അവിടെ ഉണ്ടായിരിക്കണം. വെറുതെ നാവ് കൊണ്ട് മാത്രം ഉണ്ടായ പോരാൽ ഖൗലിൽ ഖൽബും ഖൗലിൽ ലിസാനും അവിടെ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അത് പാടുകയുള്ളൂ, എന്നാൽ മാത്രമേ അത് ശരിയാവുകയുള്ളൂ. ഫലാബുദ്ദ മിൻ ഖൗലിൽ ഖൽബി വ ഖൗലിൽ ലിസാൻ, ഖൽബിൻ്റെ വാക്കും ഉണ്ടാകണം, നാവിൻ്റെ വാക്കും ഉണ്ടായിരിക്കണം. ഖൽബിൻ്റെ വാക്ക് എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് മാത്രം പറഞ്ഞാൽ പോരാ, ഖൽബിൽ അത് ആഴത്തിൽ ഇറങ്ങിയിട്ടുള്ള അവസ്ഥയുണ്ടാകണം. വഖൗലുൽ ഖൽബി യതദമ്മനു മിൻ മഅരിഫതിഹാ, ഖൽബിൻ്റെ വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിർബന്ധമാക്കുന്നത്, അല്ലെങ്കിൽ അതിനോടൊപ്പം ഉണ്ടാകേണ്ട കാര്യം അതിനെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാലോ തൗഹീദ് പറഞ്ഞാലോ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. വത്തസ്ദീഖ് ബിഹാ, അതിനെ സത്യപ്പെടുത്തുന്ന അവസ്ഥയുണ്ടായിരിക്കണം, അതുവരെ പൂർണ്ണമായി സത്യപ്പെടുത്തുന്ന അവസ്ഥയുണ്ടായിരിക്കണം. വമഅരിഫത്തി ഹഖീഖത്തി മാ തളമ്മനത്ഹു മിനൻ നഫീ വൽ ഇസ്ബാത്ത്, അതുപോലെ തന്നെ ഈ നഫീനെയും ഇസ്ബാത്തിനെയും നിർബന്ധമാക്കുന്ന നിലക്കുള്ള യഥാർത്ഥ രൂപത്തിലുള്ള മഅരിഫ അവിടെ ഉണ്ടായിരിക്കണം. എന്താണ് നഫീ ഇസ്ബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ?
നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൻ്റെ 2 അർക്കാനുകളാണ് അൻ-നഫിയു വൽ ഇസ്ബാത്ത് എന്ന് പറയുന്നത്. ലാ ഇലാഹ എന്ന നഫിയും ഇല്ലല്ലാഹ് എന്നുള്ള ഇസ്ബാത്തും. ഈ 2 കാര്യങ്ങളുണ്ടെങ്കിലേ ലാ ഇലാഹ ഇല്ലല്ലയുടെ ശരിയാവുകയുള്ളൂ, റുക്കുനുകളാണ്. ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ഒരു ഇലാഹുമില്ല എന്ന നിലക്ക്, ആരാധനക്കർഹനായിട്ട് ആരുമില്ല എന്നുള്ളത്. ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ഇസ്ബാത്ത്, സ്ഥിരപ്പെടുത്തണം. നഫിയറിനെ നിരാകരിക്കണം, ഇസ്ബാത്ത് സ്ഥിരീകരിക്കണം. അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്നുള്ളത്. ആ നിലക്ക് അതിനെ മനസ്സിലാക്കണം. വമഅരിഫത്തി ഹഖീഖത്തിൽ ഇലാഹിയത്തിൽ മൻഫിയ അൻ ഗൈരില്ലാ അൽ മുഖ്തസ്സത്തി ബിഹി. അവിടെ മനസ്സിലാക്കണം, ഇലാഹിയത്ത് എന്നുള്ളത് പ്രത്യേകമായി അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അഥവാ ആരാധിക്കപ്പെടാൻ അർഹനായിട്ടുള്ളവൻ, യോഗ്യനായിട്ടുള്ളവൻ അള്ളാഹു തആല മാത്രമാണ്. മറ്റൊരാളും തന്നെ അതിനർഹനല്ല, മറ്റൊരാളും അതിനർഹരല്ല എന്നുള്ള നഫി അവിടെ ചെയ്യണം. അല്ലത്തി യസ്തഹീലു സുബൂതുഹാ ലിഗൈരിഹി. അത് വേറൊരാൾക്ക് അതിന് യോഗ്യതയുണ്ട്, വേറൊരാൾ ഇലാഹാകണം എന്നുള്ളത്, അല്ലെങ്കിൽ വേറൊരാൾ ആരാധനക്ക് അർഹനാണ് എന്നുള്ള അസംഭവ്യമായിട്ടുള്ള കാര്യമാണ്. വേറൊരാൾക്ക് സ്ഥിരപ്പെടുത്താൻ പറ്റൂല. ഇപ്പോൾ ഒരു മനുഷ്യനെ വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യനെ ഉണ്ടാകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അതിനു മുമ്പ് ഈ ലോകവും ആകാശഭൂമികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സൃഷ്ടിച്ചത് ആരാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇലാഹ ആരാണ്, അവിടെ ഉണ്ടാവില്ല. അപ്പോൾ അത് സ്ഥിരപ്പെടുത്താൻ പറ്റില്ല. വഖിയാമി ഹാദൽ മഅന ബിൽ ഖൽബി ഇൽമൻ വ മഅരിഫതൻ വ യഖീനൻ വ ഹാലൻ. ഈ ഒരു ആശയം, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഈ പരിപൂർണമായ ആശയം അറിവ് കൊണ്ടും മനസ്സിലാക്കൽ കൊണ്ടും ദൃഢനിശ്ചയം കൊണ്ടും ബോധ്യപ്പെടൽ കൊണ്ടും എല്ലാം കൊണ്ടും ഒരുവനിൽ ഉണ്ടായിരിക്കണം. മായുജിബു തഹ്രീമ ഖായിലഹ അലന്നാർ. ഏത് നിലക്ക്, ഏത് വരെ ആകുന്നത് വരെ? മായൂജിബു തഹ്രീമ ഖായിലഹ അലന്നാർ. അത് പറഞ്ഞവന് നരകം ഹറാമാകുന്ന ഒരവസ്ഥയിലെത്തുന്നത് വരെ. അപ്പോൾ അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷാത്കരിക്കേണ്ടതുണ്ട്. വകുല്ലു ഖൗലിൻ റത്തബ ശാരിഉ മാ റത്തബ അലൈഹി മിനസ് സവാബ്. ഏതൊരു വാക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്, അതിന് ഇന്നാലിന പ്രതിഫലമുണ്ട് എന്ന നിലക്ക് പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെല്ലാം ഈ നിലക്കാണ്. അതിനെല്ലാം പൂർത്തിയാക്കേണ്ട ചില കാര്യങ്ങളുണ്ടാകും. ഫഇന്നമാ ഹുവൽ ഖൗലുത്താം. ആ പറയുന്ന വാക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വാക്ക് പറഞ്ഞാൽ അയാൾക്ക് ഇന്ന പ്രതിഫലമുണ്ട്, ഒരു വാക്ക് പറഞ്ഞാൽ ഇങ്ങനെയുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ സ്വർഗമുണ്ട്, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, അങ്ങനെ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ ഉദ്ദേശിക്കുന്നത് ഫഇന്നമാ ഹുവൽ ഖൗലുത്താം, പരിപൂർണമായ വാക്കിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പരിപൂർണമായ വാക്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഖൗലുൽ ഖൽബും ഖൗലുൽ ലിസാനും ഒരുമിച്ചുള്ളതായിരിക്കണം. അത് കഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് പോലെ. എന്നിട്ട് ഒരു ഹദീസ് കൊടുക്കുകയാണ്, മൻ ഖാല ഫീ യൗമിൻ, ആരെങ്കിലും ഒരു ദിവസത്തിൽ പറയുകയാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി മിഅത മറ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 തവണ ആരെങ്കിലും പറയുകയാണെങ്കിൽ, ഹുത്തത് അൻഹു ഖതായാഹ് ഔ ഗുഫിറത് ലഹു ദുനൂബുഹു വലൗ കാനത് മിസ്ല സബദിൽ ബഹർ. അവൻ്റെ പാപങ്ങളെല്ലാം മായ്ക്കപ്പെടും, അല്ലെങ്കിൽ പൊറുക്കപ്പെടും. അവൻ്റെ പാപങ്ങൾ, അവൻ്റെ തെറ്റുകുറ്റങ്ങൾ വലൗ കാനത് മിസ്ല സബദിൽ ബഹർ, കടലിൻ്റെ നുരയോളം അത് ഉണ്ടെങ്കിലും തന്നെ. അപ്പോൾ അത്ര പാപങ്ങളുണ്ടെങ്കിലും ഈ സുബ്ഹാനല്ലാഹി വബിഹംദിഹി പറഞ്ഞാൽ പുറത്തു കിട്ടും എന്ന് പറഞ്ഞാൽ, വലൈസ ഹാദാ മുറത്തബൻ അലാ മുജറദിൽ ഖൗലിൽ ലിസാനി. ഇത് ഉദ്ദേശിച്ചിട്ടുള്ളത് വെറുതെ നാവ് കൊണ്ട് പറഞ്ഞാൽ മാത്രം എന്നുള്ളതല്ല അതിൻ്റെ ഉദ്ദേശം. വെറുതെ നാവ് കൊണ്ട് പറഞ്ഞാൽ അത് കിട്ടുമെന്നല്ല. പക്ഷേ എന്ത് വേണം? കൽബിൻ്റെ വാക്കുകൂടിയും അതിലുണ്ടാവണം, കൽബിൻ്റെ ശ്രദ്ധയോടുകൂടി ഉണ്ടാകണം. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാവും. അപ്പോൾ ഒരാൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ ആശയം ചിന്തിക്കാതെ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കൗലുൽ കൽബൊന്നുമില്ലാതെ കൽബ് കൊണ്ട് അതിനെ യഥാർത്ഥ രൂപത്തിൽ ഉൾക്കൊള്ളാതെ പറഞ്ഞാൽ അയാൾക്ക് പ്രതിഫലം കിട്ടൂലേ, അയാൾക്ക് കൂലി കിട്ടൂലേ? ഇബ്നുൽ ഖയ്യിം തുടർന്ന് പറയുന്നു, നഅം, ശരിയാണ്. മൻ ഖാലഹാ ലിസാനിഹി, ആരെങ്കിലും നാവ് കൊണ്ട് മാത്രമേ പറയുന്നുള്ളൂ എങ്കിൽ, ഗാഫിലൻ അൻ മഅനാഹ, അതിൻ്റെ ആശയത്തെക്കുറിച്ച് അറിവില്ല, അതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് അറിവില്ല, അതിനെ തൊട്ടൊക്കെ അശ്രദ്ധമാണ്. മുഅരിളൻ അൻ തദബ്ബുരിഹ, അവൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല, അതിനൊക്കെ മാറിയിട്ട് അതിനൊന്നും ശ്രദ്ധിക്കുന്നില്ല. വലം യുവാത്തി ഖൽബുഹു ലിസാനഹു, അവൻ്റെ നാവ് കൊണ്ട് ആ പറയുന്നതിനോട് അവൻ്റെ കൽബ് യോജിച്ച് വരുന്നില്ല, കൽബ് ചേരുന്നില്ല. അവൻ നാവ് കൊണ്ട് എന്തോ പറയേണ്ട, കൽബ് വേറെ എന്തൊക്കെ ചിന്തയിലാണ്. വലാ അർഫ ഖദ്റഹ വ ഹഖീഖതഹ, അവൻ അതിൻ്റെ അളവോ അതിൻ്റെ യാഥാർത്ഥ്യമോ അതിൻ്റെ സ്ഥാനമോ ഒന്നും അറിയില്ല. റാജിയൻ മഅ ദാലിക സവാബഹ, പക്ഷെ അവൻ ആ ദിക്ർ ചെല്ലുന്നുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദിക്ർ ചെല്ലിയാൽ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ദിക്ർ ചെല്ലിയിട്ട് പ്രതിഫലം കിട്ടിക്കോട്ടെ എന്നുള്ള ആഗ്രഹത്തിലാണ് അവൻ ചെയ്യുന്നത്. ഹത്തത് അൻഹു ഖതായാഹു ബിഹസ്ബി മാ ഫീ ഖൽബിഹി, അവൻ്റെ പാപങ്ങൾ പുറത്തു കിട്ടൂല എന്നല്ല അതിൻ്റെ അർത്ഥം.
അവൻ ആ പറഞ്ഞത് കൊണ്ട്, അവൻ്റെ ഉദ്ദേശം കൊണ്ട്, അവൻ്റെ ഖൽബിലെ നിയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ്റെ പാപങ്ങൾ പുറത്തു കിട്ടും. ഫഇന്നൽ അഅമാല, തീർച്ചയായും കർമ്മങ്ങൾ, ലാ തതഫാദലു ബിസുവരിഹാ വഅദദിഹാ, ഈ കർമ്മങ്ങൾ എന്നുള്ളത് ഏത് കർമ്മമാവട്ടെ അതിൻ്റെ കോലം കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ എണ്ണപ്പെരുപ്പം കൊണ്ടോ ഒന്നല്ല ശ്രേഷ്ഠമായി തീരുന്നത്. അതായത് ഇപ്പോൾ ഒരു കർമ്മം അത് പിന്നെ അത് എങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ഇപ്പോൾ നിസ്കരിക്കുമ്പോൾ നല്ല ഡ്രസ്സ് ഇട്ടു, അല്ലെങ്കിൽ നല്ല മസ്ജിദിൽ നിസ്കരിച്ചു, അല്ലെങ്കിൽ നല്ല സ്ഥലത്ത് ചെയ്തു, അല്ലെങ്കിൽ കുറേ നിസ്കരിച്ചു, അതല്ല ആ നിസ്കാരം എന്നുള്ള അമലിനെ ഫضലുണ്ടാക്കുന്നത് അല്ലെങ്കിൽ അതിന് ശ്രേഷ്ഠത ഉണ്ടാക്കുന്ന കാര്യം അതല്ല. എന്താണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസമാക്കുന്നത് അതല്ല. ഇപ്പോൾ ഒരാൾ പഴയൊരു മസ്ജിദിൽ പഴയൊരു വസ്ത്രമിട്ട് നിസ്കരിച്ചു, മറ്റൊരാൾ പുതിയൊരു മസ്ജിദിൽ നല്ലൊരു വസ്ത്രമിട്ട് നിസ്കരിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഇതുകൊണ്ടോ ഒന്നല്ല ആ നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത ആളുകൾ തമ്മിൽ വ്യത്യാസപ്പെടുന്നത്. വൈന്നമാ തതഫാദലു ബിതഫാദുലി മാ ഫിൽ ഖുലൂബ്, ആളുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ ഇബാദത്തുകൾ തമ്മിലുള്ള രണ്ടാളുകൾ ഒരേ കർമ്മം ചെയ്യുന്നുണ്ട് എങ്കിൽ ആ കർമ്മങ്ങൾ തമ്മിൽ വ്യത്യാസപ്പെടുന്നത് അവരുടെ ഖൽബിലുള്ള അവസ്ഥയെ സംബന്ധിച്ചിട്ടാണ്. ഫതകൂനു സൂറത്തുൽ അമലൈനി വാഹിദത്തൻ, പുറത്തുനിന്ന് കാണുമ്പോൾ ചിലപ്പോൾ രണ്ടാൾ ഒരുമിച്ച് നിസ്കരിക്കായിരിക്കും, രണ്ടാൾ ഒരേപോലെ നിസ്കരിക്കായിരിക്കും, ഒരേ കോലത്തിലായിരിക്കും, ഒരേപോലെ ആയിരിക്കും. വബൈനഹുമാ ഫിത് തഫാദുലി കമാ ബൈനസ് സമാഇ വൽ അർദ്, പക്ഷേ അവരുടെ ഇടയിലുള്ള വ്യത്യാസം ആകാശഭൂമികൾ പോലെ വ്യത്യാസമുണ്ടായിരിക്കും. വറജുലാനി യകൂനു മഖാമുഹുമാ ഫിസ്സഫിൻ വാഹിദ, ഫിസ്സഫി വാഹിദൻ, ഒരൊറ്റ സൊഫിലായിക്കൊണ്ട് അല്ലെങ്കിൽ ഒരുമിച്ചായിക്കൊണ്ട് രണ്ടാളുകൾ നിൽക്കായിരിക്കും. അവർ നിസ്കരിക്കുന്നു, അവർ എല്ലാ നിലക്കും ഒരേപോലെ ആയിരിക്കും. വബൈന സ്വലാത്തൈഹിമാ കമാ ബൈന സമാഇ വൽ അർദ്, പക്ഷേ അവരുടെ നിസ്കാരങ്ങൾ തമ്മിൽ ആകാശഭൂമികളോളമുള്ള വ്യത്യാസം ഉണ്ടായിരിക്കും. കാരണം അവരുടെ നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്ര വ്യത്യാസം അവിടെ ഉണ്ടാകും. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് തുടർന്ന് പറയുകയാണ്, ഇതിന് ചില ഉദാഹരണങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞല്ലോ ഇങ്ങനെ വ്യത്യാസം ഉണ്ടാകുന്നു എന്നുള്ളത്, അത് മനസ്സിലാക്കാൻ ചില ഹദീസുകളിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ ഇവിടെ പരാമർശിക്കുകയാണ്. വതഅമ്മൽ ഹദീസ് അൽ ബിതാഖ, നീ ഇപ്പോൾ ആലോചിക്കേണ്ടത്, ചിന്തിക്കേണ്ടത് ബിതാഖത്തിൻ്റെ ഹദീസാണ്. അല്ലത്തി തൂദഉ ഫീ കിഫത്തിൻ, ഒരു ത്രാസിൽ വെക്കുന്ന ബിതാഖത്തിൻ്റെ ഹദീസ്. എന്താണ് ബിതാഖത്തിൻ്റെ ഹദീസ്? ഈ വാചകം വായിക്കാൻ, എന്നിട്ട് ആ ഹദീസിൻ്റെ ആശയത്തെ പറയാം. വയുഖാബിലുഹാ 99 സിജില്ല, ഒരു ത്രാസിൽ ആ ഒരു ബിത്താക്ക എന്ന് പറഞ്ഞാൽ കാർഡ്, ചെറിയൊരു കാർഡ്, അത് വെക്കുന്നു. അതിൻ്റെ അപ്പുറത്തിൽ 99ഓളം വരുന്ന രേഖകളാണ് വെക്കുന്നത്. പക്ഷേ അതിനെ മറികടന്ന് ഈ ഒരു കാർഡ് കനം തൂകുന്നത്. എന്താണ് ഈ ഹദീസ്? സ്വഹീഹായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കപ്പെട്ടുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ പരലോകത്ത് ഒരു വ്യക്തി വരും, അലാ റൂസിൽ ഖലായിഖ്, സൃഷ്ടികളുടെ എല്ലാവരെയും മുമ്പിലായിക്കൊണ്ട് ആ വ്യക്തിയെ കൊണ്ടുവരും. ആ വ്യക്തിക്ക് എന്തുണ്ടാവും? സിജില്ലാത്തുകൾ ഉണ്ടാവും. മദ്ദൽ ബസർ എന്നാണ് പറഞ്ഞത്, അഥവാ കണ്ണെത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന 99ഓളം രേഖകൾ ഉണ്ടാകും. അവൻ്റെ പാപങ്ങൾ, അവൻ്റെ കർമ്മങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള 99ഓളം എന്തുണ്ടാകും? ആ കർമ്മങ്ങളുടെ ലിസ്റ്റുകൾ ഉണ്ടാകും. അങ്ങനെ അവനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, മൻ തുൻകറു മിൻ ഷൈഇൻ മിൻ ഹാദാ ഷൈഅൻ, ലഫ്ള് വ്യത്യാസം ഉണ്ടാവും, നീ ഇതിൽ നിന്ന് എന്തെങ്കിലും നീ നിരാകരിക്കുന്നുണ്ടോ? അല്ല, നിന്നോട് എൻ്റെ രേഖപ്പെടുത്തുന്ന മലക്കുകൾ നിന്നോട് ദുൽമു ചെയ്തുവോ എന്ന് ചോദിക്കും. എന്തായാലും അവർ നീ ചെയ്യാത്തത് എഴുതിയിട്ടുണ്ടോ ചോദിക്കും. അപ്പോൾ ഇല്ല യാ റബ്ബി, ഇല്ല റബ്ബേ എന്നൊക്കെ പറയും. എന്നിട്ട് ചോദിക്കും, അല്ലക്കെ ഹസനത്തൻ, എന്തെങ്കിലും നന്മ ഉണ്ടോ നിനക്ക് ഇപ്പോൾ എൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ ചോദിക്കും. അപ്പോൾ അയാൾ പറയും ഇല്ല റബ്ബേ. അപ്പോൾ അയാൾ നശിച്ചു, ഇനി നാശമാണ് എന്നുള്ള നിലയ്ക്ക് ഉറപ്പിച്ച് നിൽക്കുന്ന സമയത്ത് അല്ലാഹു തആല പറയും, ഇന്നലക ഇൻദനാ ഹസന, ഇന്ന് നമ്മുടെ അടുക്കൽ നിനക്കൊരു നന്മയുണ്ട് എന്ന് പറയും. എന്നിട്ട് ഒരു ബിത്താഖ, ഒരു ചെറിയ കാർഡ് പുറത്തെടുക്കും. അപ്പോൾ അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇയാൾ ചോദിക്കും, റബ്ബേ ഇത്രയും രേഖകൾക്ക് മുമ്പിൽ ഈ കാർഡ് എന്താവാനാന്ന് ചോദിക്കും. അങ്ങനെ ഒരു ത്രാസിൽ ഈ കാർഡും മറ്റേ ത്രാസിൽ ഈ കർമ്മങ്ങളും വെക്കുമ്പോൾ ഈ കാർഡ് കനം തൂങ്ങും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ അള്ളാഹുവിൻ്റെ നാമത്തിനോടൊപ്പം മറ്റൊന്നും കനം തൂങ്ങുകയില്ല. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവൻ ചെയ്ത ബാക്കിയുള്ള പാവങ്ങളെയും കർമ്മങ്ങളെല്ലാം മറികടക്കുന്ന അവസ്ഥയിൽ ആയിട്ടുണ്ട്. അതാണ് ഹദീസ്. അപ്പോൾ ആ ഹദീസിനെ പറ്റിയിട്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇവിടെ പരാമർശിക്കുന്നത്. ഇവിടെ പറയാണ്, ആ ഹദീസ് ബിത്താഖ നീ ആലോചിച്ച് നോക്കണം. എന്താണ് ആ ഹദീസ് ബിത്താഖ എന്നുള്ളത് നീ ആലോചിച്ച് നോക്കണം. ആ രണ്ടിൽ ത്രാസിൽ കനം തൂങ്ങി പറഞ്ഞല്ലോ. എന്നിട്ട് പറയാണ്, കുല്ലു സിജില്ലിൻ മിൻഹാ മദ്ദൽ ബസർ, ഇതിൽ
ഓരോ ഏടുകളും കണ്ണെത്താ ദൂരത്തോളം നീണ്ടു നിൽക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഫതസ്ഖുലുൽ ബിതാഖതു വതതീഷു സിജില്ലാത്ത് ഫലാ യുഅദ്ദബ്. അവിടെ ആ കാർഡ്, ചെറിയ കാർഡ് കനം തൂങ്ങുകയും ആ പാപങ്ങളുടെ രേഖകൾ എന്തായി, അത് കനം തൂങ്ങാത്ത അവസ്ഥയിലായിത്തീർന്നു. അവനെ ശിക്ഷിക്കപ്പെടുകയും ചെയ്തില്ല, അവൻ രക്ഷപ്പെട്ടു, അവൻ സ്വർഗാവകാശിയായി. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയാണ്, വമഅലൂമുൻ അന്ന കുല്ല മുവഹിദിൻ ലഹു മിസ്ലു ഹാദിഹിൽ ബിതാഖ. അറിയപ്പെട്ട കാര്യമാണ് എല്ലാ മുവഹിദിനും, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുള്ള എല്ലാ മുവഹിദിനും ഇതുപോലെ ഒരു ബിതാഖ ഉണ്ടാകും, ഇതുപോലെ ഒരു കാർഡ് ഉണ്ടാകും. വകസീറും മിൻഹും യദ്ഖുലു النار ബിദുനൂബിഹി. അതിൽ ധാരാളം ആളുകളും, അഥവാ അതിൽ വലിയൊരാളുകൾ തന്നെ, അഥവാ ധാരാളം ആളുകൾ ഉദ്ദേശിച്ചത് അതിലൊരു കൂട്ടം വലിയ ആളുകൾ തന്നെ എന്താവുന്നുണ്ട്, നരകത്തിൽ കിടക്കുന്നുണ്ട്. തൗഹീദുള്ള ആളുകളും നരകത്തിൽ കിടക്കുന്നുണ്ട്. എന്ത് കാരണത്താൽ? ബിദുനൂബിഹി, അവരുടെ പാപങ്ങൾ കാരണത്താൽ കുറേ ആളുകൾ നരകത്ത് കിടക്കാൻ സാധ്യതയുണ്ട്, തൗഹീദ് ഉള്ള ആളുകളിൽ പോലും. വലാകിന്ന സിർറല്ലദീ സഖല ബിതാഖത ദാലിക റജുൽ. പക്ഷേ തൗഹീദുള്ള ഇത്രയും പാവങ്ങൾ ചെയ്തിട്ടുള്ള ഈ വ്യക്തിയുടെ കാർഡ് ഇത്ര കനം തൂങ്ങാനുള്ള കാരണം, അതിൻ്റെ പിന്നിലുള്ള ആ രഹസ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വതാശത്ത് ലിഅജ്ലിഹി സിജില്ലാത്ത്, ആ മറ്റുള്ള രേഖകളെല്ലാം ഭാരം കുറഞ്ഞ അവസ്ഥയിലായിക്കൊണ്ട് ഈ ഭാരം തൂങ്ങിയ ഈ ബിതാഖ, ഈ ആൾക്ക് എന്തുകൊണ്ട് ഭാരം തൂങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലമ്മാ ലം യുഹ്സൻ ലിഗൈരിഹി മിൻ അർബാബിൽ ബിതാഖാത്ത്, ബാക്കിയുള്ള ബിത്താഖയുടെ ആളുകൾക്കൊന്നും, ബാക്കിയുള്ള ഈ തൗഹീദിന്റെ ആളുകൾക്ക് ചിലപ്പോൾ ഇതൊന്നും കിട്ടാതെ ഇയാൾക്ക് മാത്രം അത് കിട്ടാനുള്ള കാരണം, ഇൻഫറദത് ബിത്താഖതുഹു ബിസ്തിഖലി വറസാന, ഈ ആളുടെ ഇതിന് ഇത്ര കനവും ഇത്ര ഗൗരവവും ഇത്ര പ്രാധാന്യവും ഒക്കെ ഉണ്ടാകാനുള്ള ആ കാരണം എന്നുള്ളത് എന്താണ്? ഈ ഒരു വ്യത്യാസം വരുന്നത് ഈ ഖൽബിന്റെ കാര്യമാണ്. പറയാണ് വൈദ അറദ്ത സിയാദത്തുൽ ഈദാഹി ലിഹാദൽ മഅന. അപ്പോൾ ഈ ആൾക്ക്, അഥവാ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഹദീസുൽ ബിത്താഖയിൽ പറഞ്ഞ ആൾക്ക്, അയാളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ കനം തൂങ്ങിക്കൊണ്ട് ഇത്രയും രേഖകളെ തകർക്കാനുണ്ടായ കാരണം അയാളുടെ ഖൽബിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിൻ്റെ പരിപൂർണതയോടുകൂടി ഉറച്ച് ഖൽബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ബാഹ്യമായി നോക്കുകയാണെങ്കിൽ എന്താ, അയാൾ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, ബാഹ്യമായ കർമ്മങ്ങളിൽ പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഖൽബിൻ്റെ അകത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സ്ഥാനത്തിൽ ശക്തിപ്പെടുത്തിയത് കൊണ്ടാണത്. അപ്പോൾ ഇവിടെ ചർച്ചയുടെ വിഷയം എന്താണ്? കർമ്മങ്ങൾ തമ്മിൽ വ്യത്യാസപ്പെടുന്ന ഫളിലുണ്ടാകുന്നത് ആ കർമ്മം ചെയ്യുമ്പോൾ ആളുകളുടെ ഖൽബിൻ്റെ അവസ്ഥയിലാണ്. നേരത്തെ കഴിഞ്ഞ ദർസിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ചർച്ചകൾ വന്നിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ദർസിൽ പറഞ്ഞ എന്താണ്, തൗബയുടെ ബാബാണ്. മുമ്പ് പറഞ്ഞിട്ടുള്ള വിഷയം എന്തായിരുന്നു? ചില ആളുകൾ പാപങ്ങൾ ചെയ്യുന്നുണ്ടാകും, പക്ഷെ അവരുടെ പാപങ്ങൾ മറ്റുള്ളവർക്ക് പൊറുക്കപ്പെടാത്തതുപോലെ ഇവർക്ക് പൊറുക്കപ്പെടും. കാരണം വൻപാപം ചെയ്യുന്ന ഒരാൾ ചിലപ്പോൾ അയാളുടെ ഖൽബിലുള്ള ലജ്ജ കൊണ്ട്, അയാൾ ഇതിനെ ഗൗരവത്തിൽ അള്ളാഹുവിൻ്റെ മുന്നിലെ വലിയ തെറ്റാളുകൾ ചെയ്തു എന്നുള്ള പേടി കൊണ്ടൊക്കെ ചിലപ്പോൾ അയാളുടെ ആ വൻപാപം ചെറുപാപമായിട്ട് കണക്കാക്കും. ചെറിയ പാപം ചെയ്യുന്ന ഒരാൾ ചിലപ്പോൾ അയാൾ അതിനൊരു വില കൊടുക്കാതെ, ചെറിയ പാപമല്ലേ, അത് കുഴപ്പമൊന്നുമില്ല, നിസ്സാരമായിട്ടുള്ള കാര്യമല്ലേ എന്ന നിലയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് അത് വൻപാപമാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ പല അവസ്ഥകൾ മാറി മാറി വരുന്നതിൻ്റെ എല്ലാം കാരണം ഖൽബിലുള്ള അവസ്ഥയാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശക്തിപ്പെട്ട് പാപങ്ങളെ മറികടക്കാൻ മാത്രം ഉണ്ടാകണമെങ്കിൽ അത് ഖൽബിൻ്റെ ഉള്ളിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സ്ഥാനം എത്ര നിൽക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയുന്ന ഒരു ഉദാഹരണം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ, നമ്മുടെ ഇത് കേൾക്കുന്ന ഏതൊരാൾക്കും അവരുടെ ജീവിതവുമായിട്ട് റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ഇബ്നുൽ ഖയ്യിം പറയാണ്, വൈദ അറദ്ത സിയാദത്തുൽ ഈദാഹി ലിഹാദൽ മഅന. ഇനി ഇതൊന്നും കേട്ടിട്ട് മനസ്സിലാവണില്ല, ഇതെന്തപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ ആളുകൾ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാവാത്ത ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ആശയം കൃത്യമായി മനസ്സിലാക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ, ഫൻദുർ ഇലാ ദിക്രി മൻ ഖൽബുഹു മൽആന ബിമഹബ്ബതിക്. നീ ഒന്നും മനസ്സിലാക്കുക, ഒരു തസവ്വുർ ചെയ്യുക, നീ ചിന്തിക്കുക, അല്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരാളുണ്ട്, അയാൾക്ക് നിന്നോട് ഭയങ്കര ഇഷ്ടമാണ്, അയാളുടെ ഖൽബിൽ നിന്നോടുള്ള ഇഷ്ടം നിറഞ്ഞു നിൽക്കുകയാണ്. വദിക്രി മൻ ഹുവ മുഅ്രിദുൻ അൻക്. അപ്പോൾ ആ ഇഷ്ടമുള്ള ഒരാൾ നിന്നെ പറ്റി പരാമർശിക്കുകയാണ്, അല്ലെങ്കിൽ നിന്നെ പറ്റി പറയുകയാണ്, അല്ലെങ്കിൽ നിന്നെ പറ്റി നിന്നെ ആലോചിക്കുകയാണ്, നിന്നെ പറ്റി പറയുകയാണ്, അങ്ങനെയൊക്കെ ചെയ്യാണ്. അപ്പോൾ നിന്നോടുള്ള ഇഷ്ടം നിറഞ്ഞിട്ടുള്ള ഒരാളാണ്. രണ്ടാമത്തെ ഒരാൾ നിന്നോട് വലിയ ഇഷ്ടമൊന്നുമില്ല, നിന്നോട് ഖൽബിൽ യാതൊരു ഇതുമില്ല, പിന്നെ ഗാഫിലുൻ സാഹിൻ, നിന്നെക്കുറിച്ചൊരു അശ്രദ്ധമായിട്ടുള്ള അവസ്ഥയാണ്. അങ്ങനെയുള്ള ഒരാളും നിന്നെ പറ്റി പരാമർശിക്കാമെന്ന് വിചാരിക്കുക. മശ്ഗൂലുൻ ബിഗൈരിക്, അവൻ്റെ ഖൽബ് വേറൊരാളുമായിട്ട് എന്താണ്, ആളാണ്, ഒരാളെ കുറിച്ച് ചിന്തിക്കുന്ന വേറെ ഇതിലുള്ള ആളാണ്. നിന്നോടുള്ള ഇഷ്ടമൊന്നും അവൻ്റെ ഖൽബിലില്ല, പക്ഷെ അവൻ നിന്നെ പറ്റി പരാമർശിക്കാൻ, രണ്ടാൾ പരാമർശിക്കുന്നുണ്ട്. ഖദ് ഇൻജബദത് ദവാഇ ഖൽബിഹി ഇലാ മഹബ്ബതി ഗൈരിക്.
അവൻ്റെ ഫുള്ള് കാര്യങ്ങളും മുഴുവൻ കാര്യങ്ങളും ഏതവസ്ഥയിലാണ്? നീ അല്ലാതെ മറ്റൊരാളോടുള്ള ഇഷ്ടം കൊണ്ട് നിറഞ്ഞ സൗകര്യപ്പെട്ട അവസ്ഥയിലാണ്. അഥവാ നിന്നോടല്ല അവനുള്ള ഇഷ്ടം, അവന് വേറൊരാളോടാണ് ഇഷ്ടമൊക്കെ ഉള്ളത്. വൈസാരിഹ അലൈക്ക്, നിന്നേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് വേറൊരാൾക്കാണ്. അങ്ങനെ ഒരാളുണ്ട്. അപ്പോൾ ഒരാൾ നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് കൽബ് നിറഞ്ഞ ഒരാൾ, രണ്ടാമത്തെ ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇഷ്ടപ്പെടുന്നത് വേറെ ഏതോ ഒരാളെയാണ്. പക്ഷേ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പക്ഷേ ഈ രണ്ടുപേരും നിന്നെ പറ്റി പരാമർശിക്കാമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിന്നെ പറ്റി പറയാമെന്ന് വിചാരിക്കുക. ഹൽ യകൂനു ദിക്റുഹുമാ ലക വാഹിദൻ, അവർ രണ്ടുപേരെയും നിന്നെ പറ്റി പറയുന്ന, അല്ലെങ്കിൽ അവർ രണ്ടുപേരെയും പറ്റി നിന്നോട് പറയുമ്പോഴൊക്കെ, അല്ലെങ്കിൽ അവരെക്കുറിച്ച് നീ ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന നിന്റെ അവസ്ഥ ഒരുപോലെ ആകുമോ? അതായത് പിന്നെ ഇവിടെ പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ നിന്നെ അതിയായി സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് എനിക്കറിയാം. പറഞ്ഞതിലൊരു മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ അവർ നിന്നെ പറ്റി ഓർക്കുകയല്ല, നീ അവരെ പറ്റി ഓർക്കുന്നതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് രണ്ടാളുകളെ പറ്റി നീ ആലോചിക്കുകയാണ്. അപ്പോൾ ഒരാളെ നിനക്കറിയാം, നിന്നോട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്, വേറൊരാളെയും ഇഷ്ടപ്പെടാതെ അത്ര നിന്നെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അയാളെക്കുറിച്ച് നീ ആലോചിക്കുമ്പോഴും രണ്ടാമത്തെ ഒരാൾ, അയാൾ നിന്നെക്കുറിച്ച് ഒരു ശ്രദ്ധയില്ല, അല്ലെങ്കിൽ നിന്നോടൊരു ഇഷ്ടമില്ല, അവന് വേറെ ആളുകളുമായിട്ടാണ് ഫുള്ള് മുഴുകലും, വേറെ ആളുകളോടാണ് ഇഷ്ടവും, അതുപോലുള്ള ഒരാൾ. അങ്ങനെ ഈ രണ്ടാളുകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് ഇഷ്ടമുള്ള ഒരാൾ, കൽബിൽ നമ്മളോട് ഇഷ്ടമുള്ള ഒരാളെ പറ്റി ആലോചിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് പറയാണ്. വേറൊരു ഉദാഹരണം കൂടി പറയുന്നുണ്ട്. അം ഹൽ യകൂനു വലദാക അല്ലദാനി ഹുമാ ബിഹാദിഹിൽ മസാബ ഔ അബ്ദാക ഔ സൗജതാക ഇൻദക സവാ, ഇതുപോലെ നിന്റെ രണ്ട് മക്കൾ, അല്ലെങ്കിൽ നിന്റെ രണ്ട് അടിമകൾ, അല്ലെങ്കിൽ നിന്റെ രണ്ട് ഭാര്യമാർ, ഇങ്ങനെയൊക്കെ രണ്ടവസ്ഥയിലാണെങ്കിൽ ഇവരൊക്കെ എൻ്റെ അടുക്കൽ ഒരുപോലെ ആകുമോ? അതായത് ഒരാൾക്ക് നമ്മളോടുള്ള ഇഷ്ടവും സ്നേഹവും കൽബിൽ നിറഞ്ഞ, ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ നമ്മളോട് ഇത് കാണിക്കുന്ന, നമ്മൾക്ക് അത്ര പ്രാധാന്യം കൊടുക്കുന്ന ഒരാളും, നമുക്കങ്ങനെ പ്രാധാന്യം കൊടുക്കാത്ത, നമ്മളോട് ഇഷ്ടമില്ലാത്ത ഒരാളും നമ്മുടെ മുമ്പിൽ ഒരുപോലെ ആവുമോ? ആവൂല, ഒരു സംശയമല്ല. എന്നാൽ അപ്പോൾ എന്തായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിലുള്ള അവസ്ഥ? അതായത് അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹുവിന് എന്തറിയാം? നമ്മുടെ കൽബിലുള്ളത് എന്താണെന്നറിയാം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ആ ഇഷ്ടവും, അള്ളാഹുവിന് കൊടുക്കുന്ന ശ്രദ്ധയും, അള്ളാഹുവിന് കൊടുക്കുന്ന ഗാംഭീര്യവും, അങ്ങനെയുള്ള ഒരടിമയും, അങ്ങനെ അള്ളാഹുവിന് കാര്യമായിട്ട് ഇതൊന്നും കൊടുക്കാതെ, കൽബിൽ യാതൊരു ഇതും കൊടുക്കാതെ, എന്നാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും, അങ്ങനെയുള്ള ഒരു അടിമയും തമ്മിൽ ഒരുപോലെയാകുമോ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ആവില്ല. അവിടെ പറഞ്ഞതിൻ്റെ വിഷയം, ബാഹ്യമായിട്ടുള്ള കർമ്മങ്ങൾ കൊണ്ടല്ല ആളുകൾ വ്യത്യാസപ്പെടുന്നത്. ആളുകൾ വ്യത്യാസപ്പെടുന്നത് അവൻ്റെ പിന്നെ കൽബിലുള്ള അവസ്ഥയെ പരിഗണിച്ചിട്ടാണ്. എന്നിട്ട് ഇബ്നു ഖയ്യിം ഇതിന് വേറെ ചില ഉദാഹരണങ്ങൾ കൂടി ഹദീസുകളിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. വേറെ ചില ഉദാഹരണങ്ങൾ കൂടി. വതഅമ്മൽ മാ ഖാമ ബിഖൽബി ഖാതിലിൽ മിഅ മിൻ ഹഖായിഖിൽ ഈമാൻ. ഇനി നീ ഉറ്റാലോചിക്കേണ്ട മറ്റൊരു കാര്യം, 100 ആളെ കൊന്ന ആളുടെ കൽബിൻ്റെ അവസ്ഥയാണ്. 100 ആളെ കൊന്ന ആൾ എന്ന് പറഞ്ഞാൽ ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ടാകും. 99 ആളെ വധിച്ചതിന് ശേഷം എനിക്ക് തൗബയുണ്ടോ എന്നൊരു പുരോഹിതനോട്, ഒരു ആബിദിനോട് പോയി ചോദിച്ചിട്ട് ആ ആബിദ് പറഞ്ഞു എനിക്ക് തൗബയില്ല എന്ന് പറഞ്ഞപ്പോൾ അയാളെ കൂടി വധിച്ച് 100 ആളെ വധിച്ചതിന് ശേഷം ഒരു ആലിമിൻ്റെ അടുക്കിലേക്ക് പോയി. പോയിട്ട് ചോദിച്ചു എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ ആലിം പറഞ്ഞു എനിക്ക് തൗബയുണ്ട്, പക്ഷേ നീ ജീവിച്ച നാട്ടിൽ നിന്ന് മാറി എങ്ങോട്ട് പോകണം? നീ വേറൊരു നാട്ടിലേക്ക്, നല്ല ആളുകളുടെ നാട്ടിലേക്ക് പോകണം, നീ ഇങ്ങോട്ട് തിരിച്ചു വരരുത്, അവിടെയാണ് പോകേണ്ടത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അയാൾ അതിന് തയ്യാറായിട്ട് ആ പോകുന്ന വഴിയിൽ അയാൾ മരണപ്പെടുകയും, അങ്ങനെ അയാളെ നരകത്തിൻ്റെയും അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെയും മലക്കുകൾ വന്നു. ഇയാൾ അങ്ങോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ തൗബയുടെ പരിപൂർണതക്ക് അങ്ങോട്ട് എത്തിയിട്ടില്ല, വഴിയിലാണ്, യാത്രയിലാണ്. അപ്പോൾ ഇയാളെ ആര് കൂട്ടരെ എടുക്കേണ്ടത് എന്നുള്ള നിലയ്ക്ക് അവസാനം അല്ലാഹു തആലയുടെ തീരുമാനപ്രകാരം പല റിവായത്തുകൾ വന്നിട്ടുണ്ട്. എന്തായാലും അവസാനം കാരുണ്യത്തിൻ്റെ മലക്കുകൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാണ് ചെയ്തത്. അപ്പോൾ ആ ഹദീസിനെ സംബന്ധിച്ച്, ആ സംഭവത്തെ സംബന്ധിച്ച് ചിന്തിക്കുക എന്ന് പറയുന്നത്. വതഅമ്മൽ മാ ഖാമ ബിഖൽബി ഖാതിലിൽ മിഅ, ആ 100 ആളെ കൊന്ന ആളുടെ കൽബിൽ ഉണ്ടായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് നീ ചിന്തിക്കണം. മിൻ ഹഖായിഖിൽ ഈമാൻ അല്ലതി ലം തുശ്ഗിൽഹു ഇൻദ സിയാഖി അനിസ്സൈരി ഇലൽ ഖറിയ, അവന് തൻ്റെ വീടും നാടും ഇതെല്ലാം വിട്ടിട്ട് വേറൊരു നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, വേറൊരു നാട്ടിലേക്ക് അവൻ പോകുന്ന സമയത്തും അതിനൊരു മാറ്റവും വരാത്ത രീതിയിൽ അവൻ്റെ ഹൃദയത്തിൽ ഉറച്ചുണ്ടായിട്ടുള്ള ഈമാൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ആലോചിച്ച് നോക്ക്. കാരണം നമ്മൾ മനസ്സിലാക്കണം, അത്രയും തെറ്റുകളും അത്രയും തെമ്മാടിത്തരവും അത്രയും ഗൗരവമുള്ള, ശിർക്കിന് ശേഷം ഏറ്റവും വലിയ പാപം ഒരാളെ കൊല്ലലാണ്.
ഷിർക്ക് ഒരാളെ കൊല്ലുക, അതുപോലെ തന്നെ വ്യഭിചാരം, ഇങ്ങനെയാണ് പാപങ്ങളെ എണ്ണാറുള്ളത്. അള്ളാഹു തആല ഖുർആനിലും ഹദീസിലൂടെയും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിൽ ഒരാളെ കൊല്ലുക എന്നുള്ളത് ദുനിയാവിൽ തൗബ ചെയ്താൽ പോലും പരലോകത്ത് സംശയം നിൽക്കുന്ന കാര്യമാണെന്നാണ് പറയുക. കാരണം ദുനിയാവിൽ ഒരാളെ കൊന്നു, അയാൾ ഇവിടുന്ന് തൗബ ചെയ്തു, അയാളുടെ കുടുംബത്തിന് ദിയ നൽകി, പണം നൽകി, അപ്പൊക്കെ എന്തായി? അയാളുടെ കുടുംബത്തിനോടുള്ള ബാധ്യത തീർന്നു, അയാൾ അള്ളാഹിനോടുള്ള ഹക്ക് തീർന്നു. പക്ഷെ കൊല്ലപ്പെട്ടവനോടുള്ള ഹക്ക് അപ്പോഴും ബാക്കിയാണ്. അത് പരലോകത്ത് വെച്ച് തീർക്കാൻ പറ്റുള്ളൂ. അപ്പം അത്ര ഗൗരവമുള്ള കാര്യമാണ് കൊലപാതകം. അത് ചെയ്തിട്ടും തൗബ ചെയ്ത് മടങ്ങാൻ തയ്യാറാകുന്ന ഈമാനിൻ്റെ അവസ്ഥയുള്ള അയാളോട് പിന്നെയും പറയണം നാട് വിട്ടു പോകണമെന്ന് പറയാം. അപ്പോൾ അയാളുടെ ആ ഈമാൻ അയാൾക്ക് എന്തുണ്ടായി? അതിനുള്ള ആ ധൈര്യം നൽകുന്ന അവസ്ഥ ഉണ്ടായി. വഹമലത്ഹു വഹുവ ഫീ തിൽകൽ ഹാൽ, ആ അവസ്ഥയിൽ അവനെ ആ ഈമാൻ കാരണത്താൽ എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് നന്നാകണം, അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് മടങ്ങണം എന്നുള്ള ആ ചിന്ത കാരണത്താൽ, ആ ഈമാനിൻ്റെ യാഥാർത്ഥ്യം കൊണ്ട് അവനെ നാട് വിട്ടുപോവാണ്. അലാ അൻജഅലയനു ബിസ്വദ്രിഹി, അവൻ്റെ നെഞ്ചിൽ ഈ എല്ലാ ബുദ്ധിമുട്ടും ഭാരവും താങ്ങിയിട്ടാണ് പോകുന്നത്. കാരണം അത്രയും ഞെരുക്കമുള്ള, അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവൻ പോകുന്നത്. വഹുവ യുആലിജു സക്രാത്തിൽ മൗത്ത്, അങ്ങനെ പോകുന്ന വഴിക്കാണ് ആ മരണത്തിൻ്റെ വേദന അവനുണ്ടാവുന്നത്. അഥവാ എല്ലാം ഇത് കഷ്ടപ്പെട്ടിട്ട് നാടും വീടൊക്കെ വിട്ടിട്ട് പോവാണ്, നന്നാവാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആ സമയത്ത് മരണവും കൂടി വന്നിട്ട് ആ മരണത്തിൻ്റെ സക്രാത്തുകൾ അനുഭവിക്കുന്ന ഒരവസ്ഥയാണ്. എന്നിട്ടും അവൻ്റെ ഈമാൻ അവിടെ അവൻ പിടിച്ചു നിന്നിട്ടുണ്ട്. ഫഹാദ അംറുൻ ആഖർ വ ഈമാനുൻ ആഖർ, അത് വേറൊരു നിലക്കുള്ള ഈമാനാണ്. കാരണം എളുപ്പമല്ല. പാപത്തിൻ്റെ രുചി അറിഞ്ഞ ആളുകൾക്ക് ആ പാപം ഒഴിവാക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ട് മടങ്ങി വരിക എന്നുള്ളത് വലിയ ഈമാൻ വേണ്ട ഒരു കാര്യമാണ്. അവിടെ അത് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ഈമാൻ വേറൊരു ദറജയിലുള്ള ഈമാനാണ്. വലാ ജറമ അൻ ഉൽഹിഖ ബിൽ ഖറിയത്തി സ്വാലിഹ, അതുകൊണ്ട് തന്നെ അവൻ ആ നാട്ടിലെത്തിയിട്ടില്ലാതെ പോലും ആ നാട്ടിലേക്ക് ചേർക്കപ്പെട്ടു എന്നുള്ളത്, അല്ലെങ്കിൽ അവനെ ചേർത്തു എന്നുള്ളത് ഒരു കുറ്റവുമില്ലാത്ത, ഒരു കുഴപ്പമില്ലാത്ത കാര്യമാണ്. അവനെ ചേർക്കേണ്ടത് തന്നെയായിരുന്നു. വജുഇല മിൻ അഹ്ലിഹ, അവനെ അങ്ങനെ അതിൻ്റെ ആളായി ആക്കപ്പെടുകയും ചെയ്തു. ആ കൂട്ടത്തിൻ്റെ അല്ലെങ്കിൽ ആ നാടിൻ്റെ ആളുകളായി ആക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ അവിടെ പറയുന്നത് അവൻ്റെ ബാഹ്യമായി ചെയ്ത ആ പാപങ്ങളെല്ലാം മായ്ച്ചു കളയാൻ കാരണമായത് അവൻ്റെ ഖൽബിൻ്റെ അവസ്ഥയാണ്. ഇവിടെ മൻസിലത്ത് തൗബയിൽ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, തൗബ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ആ ഇഖ്ലാസ് എത്രത്തോളമാണ്, അല്ലെങ്കിൽ എത്രത്തോളം സത്യസന്ധമായിരിക്കണം. വീണ്ടും ഒരു ഹദീസിലെ ഉദാഹരണം കൂടി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇവിടെ കൊടുക്കുന്നുണ്ട്. വഖരീബും മിൻ ഹാദാ, ഇതിനോട് അടുത്തിട്ടുള്ള ആശയത്തെ മനസ്സിലാക്കുന്ന മറ്റൊരു സംഭവമാണ് മാ ഖാമ ബിഖൽബിൽ ബഗി അല്ലതി റഅത് ദാലികൽ കൽബ, വ്യഭിചാരിണിയായിട്ടുള്ള ആ ഒരു പെണ്ണ്, അവൾ ആ നായയെ കണ്ട ഹദീസ്. ഈ ഹദീസും ചുരുങ്ങിയ രീതിയിൽ പറയാം, നമ്മൾ കേട്ട് പരിചയിച്ച ഹദീസുകളായതുകൊണ്ടാണ് ഈ ഹദീസിൻ്റെ ലഫ്ള് വായിച്ച് വീണ്ടും വിശദീകരിക്കാത്തത്. ഒരു വ്യഭിചാരിണിയായിട്ടുള്ള ഒരു പെണ്ണ്, അവൾ പോകുന്ന സമയത്ത് അവൾക്ക് ദാഹിച്ച് വലഞ്ഞു. അവളങ്ങനെ അവൾക്ക് വെള്ളം കുടിക്കാൻ അവിടെ ഒരു കിണറിൻ്റെ അകത്തുനിന്ന് വെള്ളം അവൾ എടുത്ത് കുടിച്ചു. അങ്ങനെ അവൾ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു നായ ഈ വെള്ളം കിട്ടാതെ നാവ് ഇട്ടിട്ട് മണ്ണിൽ നക്കി തുടക്കുന്ന, അത്രയും ദാഹിച്ച് വലഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിൽ കണ്ടു. അപ്പോൾ ആ പെണ്ണ് അതിലേക്ക് ഇറങ്ങി. ഈ നായ്ക്ക് വെള്ളം കോരി എടുക്കാൻ പാത്രമോ മറ്റൊന്നുമില്ല. അപ്പോൾ കയ്യിൽ അതിൻ്റെ ഷൂ ഊരി, ഷൂ എന്നാൽ അന്നത്തെ ഹുഫ, അന്ന് കാലിലെഴുന്ന, അതിൽ വെള്ളം എടുത്ത് അത് കടിച്ച് പിടിച്ച് മേലോട്ട് കൊണ്ടുവന്ന് ആ നായ്ക്ക് കുടിക്കാൻ കൊടുത്ത ഹദീസാണ്. അപ്പോൾ നായ്ക്ക് വെള്ളം കൊടുക്കുക എന്നുള്ളത് ആ പെണ്ണിനെ, അപ്പോൾ ആ വ്യഭിചാരം പോലെയുള്ള ആ വ്യഭിചാരിണിയായിട്ടുള്ള പെണ്ണിൻ്റെ പാപങ്ങൾ പുറത്ത് സ്വർഗപ്രവേശനത്തിന് അത് കാരണമായി എന്നാണ് ഹദീസ്. ആ സംഭവത്തിലും ഇവിടെ അറിയിക്കുന്നത് ആ പെണ്ണിൻ്റെ ഖൽബിൻ്റെ അവസ്ഥയാണ് എന്നാണ്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയാണ്, അവിടെ ആ നായയെ കണ്ട പെണ്ണിൻ്റെ അവസ്ഥയെ പറയുന്നത് വഖദ് ഇസ്തദ്ദ ബിഹിൽ അത്ശു യഅകുലു ഥറ, ആ നായയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മണ്ണ് ദാഹിച്ചിട്ട് വലഞ്ഞിട്ട് മണ്ണ് തിന്നുന്ന അവസ്ഥയുണ്ടായി. ഈ ദാഹം ഒരു പരിധി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തിനെങ്കിലും ദാഹം തീർക്കാൻ നോക്കുന്നതാണ്. അത് ദാഹം തീരാൻ ഉപയോഗിക്കുന്ന ഒരു സാധനം ആയിക്കൊള്ളുന്നില്ല, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് ദാഹം തീർക്കാൻ ശ്രമിക്കുന്ന അവസ്ഥയുണ്ടാകുന്ന. അപ്പം അങ്ങനെ മണ്ണ് നിന്നിട്ട് ദാഹം മാറ്റാൻ അത്രയും ദാഹിച്ചിട്ട് ആ അവസ്ഥയിലെത്തിയ നായനെ കണ്ടു. ഫഖാമ ബിഖൽബിഹാ ദാലികൽ വഖ്ത് മഅ അദമിൽ ആല, അവിടെ ആ പെണ്ണിൻ്റെ കൽബ്, ആ പെണ്ണിൻ്റെ കൽബിൽ ആ സമയത്ത് ഒന്ന് ചിന്തിച്ചു. ഒരു വസ്തുവില്ല, വെള്ളം എടുത്ത് കൊടുക്കാൻ ഒന്നുമില്ല. വഅദമിൽ മുഈൻ, സഹായി ആയിട്ടൊരാളുമില്ല. വഅദമി മൻ തുറാഇഹി ബിഅമലിഹ, അതിന് വെള്ളം കൊടുക്കാനോ അല്ലെങ്കിൽ അതിനെ ചെയ്യുന്ന ആ പെണ്ണ് അത് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് കാണാൻ പോലും ഒരാളുമില്ല. അതായത്
അവിടെ ആ വെള്ളം കോരി കൊടുക്കാൻ ഒരു ഉപകരണവുമില്ല, അതിനെ സഹായിക്കാൻ ഒരാളുമില്ല. ഞാൻ പെണ്ണെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കാണാനും ആരുമില്ല, ആര് കാണിക്കാനൊന്നുമില്ല പെണ്ണിന്. മാ ഹമലഹ അലാ അൻ ഗററത് ബിനഫ്സിഹാ ഫി നുസൂലിൽ ബിർ. എന്താണ് അപ്പോൾ അവളെ എന്തുണ്ടാക്കിയത്? ആ കഷ്ടപ്പെട്ട് ആ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് ആ കിണറ്റിലിറങ്ങാൻ. വമല ഇൽമാ ഫി ഖുഫിഹ, അവളുടെ ആ കാലിലിടുന്ന ഷൂ പോലത്തെ അതിൽ വെള്ളം നിറക്കാൻ. വലം ബിതഅറുദിഹാ ലിത്തലഫ്, അങ്ങനെ ആ നായനെ തിരിഞ്ഞു നോക്കാതെ വെറുതെ നാശത്തിലേക്ക് വിടരുത് എന്നുള്ള ഉദ്ദേശത്തിൽ, ഒന്നും ചെയ്യാതെ പോകുന്ന ഉദ്ദേശത്തിൽ ഇതൊക്കെ ചെയ്തു. വഹമലിഹാ ലഹു ബിഫീഹാ വഹുവ മൽആൻ, ആ അതിലേക്ക് ഇറങ്ങി അതിൽ വെള്ളം നിറച്ച് അത് വായിൽ കടിച്ചു പിടിച്ചുകൊണ്ട് ഹത്ത അംകനഹ റുഖി ഫിൽ ബിർ, ആ കിണറ്റിൽ നിന്ന് എങ്ങനെയൊക്കെയോ കയറി മേലേക്ക് വന്നു. ثم تواضعها لهذا المخلوق الذي جرت عادة الناس بضربه وطرده. സാധാരണ തന്നെ ജനങ്ങൾ ആട്ടി ഓടിക്കുന്ന, അടിക്കുന്ന, അകറ്റി നിർത്തുന്ന ഈ ജീവി നായ, ആ നായ ആ സൃഷ്ടിയെ അതിനോട് താഴ്മ കാണിക്കുന്നില്ല, അഥവാ അതിനോടൊരു താഴ്മ കാണിക്കുന്ന, വിനയം കാണിക്കുന്ന രീതിയിൽ ഫഅംസകത് ലഹുൽ ഖുഫ ബിയദിഹാ ഹത്താ ശരിബ, അതിൻ്റെ കയ്യിൽ, ആ പെണ്ണിൻ്റെ കയ്യിൽ ആ ഹുഫ പിടിച്ച് അതിന് കുടിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. അങ്ങനെ ഒരു ജീവിക്ക കൊടുക്കുന്നത്. മിൻ ഗൈരി അൻ തർജിഉ മിൻഹു ജസാഅൻ വലാ ശുക്കൂറ, ഒരു നിലക്കും ആ നായെന്ന് എന്ത് പ്രതീക്ഷിക്കില്ല. അപ്പോൾ സാധാരണ മനുഷ്യന്മാർക്ക് നമ്മൾ എന്തെങ്കിലും തിന്നാനോ കുടിക്കാനോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കുക? തിരിച്ചൊരു നന്ദിയോ അവൻ എന്തെങ്കിലും തിരിച്ച് എനിക്ക് ചെയ്യും, അല്ലെങ്കിൽ നന്ദി കാണിക്കും പ്രതീക്ഷിക്കുക. പക്ഷെ ഇതൊന്നും ഒന്നും പ്രതീക്ഷിക്കാനുമില്ല, ആ ഒരു അവസ്ഥയിൽ കൊടുത്തു. അപ്പോൾ ആ പെണ്ണിൻ്റെ കൽബിലുണ്ടായിരുന്ന ആ ഉദ്ദേശം, ആ കൽബിലുണ്ടായിരുന്ന ഉദ്ദേശം ഉണ്ടല്ലോ, ആ പെണ്ണ് മുസ്ലിമാണ് പക്ഷെ വ്യഭിചാരിണിയാണ്, പക്ഷെ ആ തൗഹീദുള്ള പെണ്ണാണ്. അപ്പോൾ ആ കൽബിൽ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുണ്ടാകുന്ന ഉദ്ദേശം അവിടെ പെണ്ണിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയാണ് ഫഅഹ്റഖത് അൻവാറു ഹാദൽ ഖദ്രി മിനത് തൗഹീദ് മാ തഖദ്ദമ മിൻഹാ മിനൽ ബിഗാ, അവിടെ ആ പെണ്ണിൻ്റെ കൽബിലുണ്ടായിരുന്ന തൗഹീദിൻ്റെ ജ്വാലകൾ ആ പെണ്ണിൻ്റെ മുമ്പുണ്ടായിരുന്ന ആ വ്യഭിചാരത്തിനെ എല്ലാം, അല്ലെങ്കിൽ ആ പാപങ്ങളെല്ലാം കത്തിക്കരിച്ച് കളയാൻ മാത്രം എന്തായിരുന്നു? ശക്തമായിരുന്നു എന്നാണ്. അതായത് തൗഹീദ് കൊണ്ട് നമ്മോട് സംഭവിച്ചിട്ടുള്ള മറ്റുള്ള പാപങ്ങളും കുറവുകളെല്ലാം കത്തിച്ചാമ്പലാക്കാൻ സാധിക്കും. ഇവിടെ തൗഹീദ് കൊണ്ട് അത് കത്തിച്ചാമ്പലാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നാളെ പിന്നെ നരകത്തിൽ കിടന്നിട്ടേ അത് കത്തിച്ചാമ്പലാവുകയുള്ളൂ. അതുകൊണ്ടാണ് തൗഹീദിൻ്റെ ശക്തിയെ പറ്റി പറയുന്നത്. എന്നിട്ട് പറയുന്നത് ഫഗഫറ ലഹാ അല്ലെങ്കിൽ ഗുഫിറ ലഹാ, അല്ലാഹു തആല അവൾക്ക് പുറത്തു കൊടുത്തു, അവൾ പൊറുക്കപ്പെട്ടു. ഫഹാകദാ ഹാലുൽ അഅമാലി വൽ ഉമ്മാലി ഇൻദല്ലാഹ്, ഇതുപോലെയാണ് പണിയെടുക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുടെയും കർമ്മങ്ങളുടെയും അവസ്ഥ അള്ളാഹിൻ്റെ അടുക്കൽ ഉണ്ടാവുക. അതായത് ബാഹ്യമായിട്ടുള്ള അവസ്ഥകളെ മാത്രമല്ല പരിഗണിക്കുക. രണ്ടാളുകൾ ഒരുപോലെ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ കൽബിൻ്റെ അവസ്ഥ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പരിഗണനീയമാണ്. അത് ആ അടിസ്ഥാനത്തിനെ പരിഗണിക്കുക. ആ തൗഹീദിൻ്റെ അടിസ്ഥാനത്തിൽ, ലാ ഇലാഹ ഇല്ലല്ലയുടെ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ, അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിൻ്റെ, അള്ളാഹുവിനോടുള്ള ഭയത്തിൻ്റെ, അള്ളാഹുവിനോടുള്ള പ്രതീക്ഷയുടെ, അള്ളാഹുമായിട്ട് കൽബ് കൊണ്ടുള്ള ആ അടുപ്പത്തിൻ്റെ എല്ലാം. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്, വൽ ആമിലു ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദൽ ഇക്സീരിൽ കീമാവി, ആരാണോ ഈ ഒരു ഇക്സീർ, ഈ വാചകമാണ് മദാരിജ് സാലിക്കിലെ ഈ വാചകമാണ് ഇത് ക്രോഡീകരിച്ച ഉലമാക്കൾക്ക് ഈ കിതാബിന് ഇക്സീർ എന്ന് പേരുള്ള കാരണം. നമ്മൾ ഈ കിതാബിൻ്റെ ആരംഭത്തിൽ പറഞ്ഞിരുന്നു, ഇക്സീർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എലിക്സിർ എന്നെല്ലാം പറയും. ഉദ്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ പൊതുവെ ഇക്സീർ എലിക്സീർ കീമാവി എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഇക്സീർ എന്ന ഉദ്ദേശം. കെമിക്കൽ ഇക്സീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിക്സിർ, അതായത് ഈ കെമിസ്ട്രിയിൽ അവർക്കൊരു വസ്തു ഉണ്ട്, മലയാളത്തിൽ അതിന് അമൃത് എന്നൊക്കെ പറയും, അഥവാ ഒരിക്കലും മരണമുണ്ടാക്കാത്ത ഒരു സാധനം, അതുപോലെ ഒരു വസ്തു ഉണ്ട് എന്നാണ്. അത് ഏതൊരു വസ്തുവിൻ്റെ മേലിട്ടാലും, ഈ ഇക്സീറായി അവർ പറയുന്ന ഈ വസ്തു വേറെ ഏതൊരു വസ്തുവിൻ്റെ മേലെ ഇട്ടാലും, വേറൊരു ഏത് വസ്തുവിലേക്ക് അതിനെ വെച്ച് കഴിഞ്ഞാലും അത് സ്വർണ്ണമായി തീരുന്ന, അതായത് എത്ര തുരുമ്പാണെങ്കിലും ഇരുമ്പാണെങ്കിലും കല്ലാണെങ്കിലും ഈ ഇക്സീറിൻ്റെ ഒരു അംശം അതിൽ വന്നു കഴിഞ്ഞാൽ അത് സ്വർണ്ണമായി തീരും. അങ്ങനെ ഈ കെമിക്കലിൻ്റെ ആളുകൾ പറയും. അപ്പോൾ അൽ ഇക്സീർ കീമാവി എന്ന് പറഞ്ഞാൽ അങ്ങനെ വസ്തു. അപ്പോൾ ഇബ്നുൽ ഖയ്യിം അതിനെ പരാമർശിക്കുന്നത് തൗഹീദിനേറ്റാണ്. അഥവാ തൗഹീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപങ്ങളുടെ എത്ര കൂമ്പാരാണെങ്കിലും, എത്ര കടുത്ത എന്ത് മോശപ്പെട്ട കാര്യമാണെങ്കിലും, എന്ത് മ്ലേച്ഛമായതാണെങ്കിലും, എണ്ണത്തിലോ വണ്ണത്തിലോ എത്ര കൂടിയാലും, ജനങ്ങളെല്ലാം ഒറ്റപ്പെടുത്തുന്ന എതിരാകുന്ന പാപമാണെങ്കിലും, ഈ തൗഹീദിൻ്റെ നിഷ്കളങ്കമായി തൗഹീദിൻ്റെ ഒരു അംശം അതിൽ വന്നാൽ അതെല്ലാം സ്വർണ്ണമായി തീരും. അതാണ് പറയുന്നത്, അല്ലദീ ഇദാ വുദിഅ മിൻഹു മിസ്ഖാലു ദർറത്തിൻ അലാ ഖനാതീൻ മിൻ നുഹാസ്,
ചെമ്പ് ഒരു പർവ്വത സമാനം ചെമ്പിൻ്റെ മേലെ എങ്ങാനും ആ ഇക്സീറിൽ നിന്ന് ഒരു അണുമണി തൂക്കം വെച്ച് കഴിഞ്ഞാൽ മിനുഹാസിലെ അമാലി ഖലബഹ ദഹബൻ, അതിനെല്ലാം അത് സ്വർണമാക്കി തീരും, അതിനെല്ലാം നന്നാക്കി തീരും, അങ്ങനെ മാറ്റിക്കളയും അത്. വല്ലാഹുൽ മുസ്തആൻ, അള്ളാഹു ആണ് സഹായം ചോദിക്കപ്പെടുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള വിഷയം തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് അതിൻ്റെ ഏറ്റവും പരിപൂർണമായ ആ നിലക്ക് ഈ പറഞ്ഞതുപോലെ, നമ്മൾ ഇതിൽ പറഞ്ഞതുപോലെ എല്ലാ നിലക്കും പരിപൂർണമാക്കാൻ സാധിക്കുമ്പോൾ അതിൻ്റെ പ്രകാശം കൊണ്ട് പാപങ്ങൾ കത്തിച്ചാമ്പലാവുകയും പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണമാണത്. ഇവിടെ ഈ ഒരു ബാബ് പ്രത്യേകം കൊടുക്കാനുള്ള കാരണം, ഇതിൻ്റെ തുടർ ഭാഗങ്ങൾ നമ്മളെപ്പോഴും മനസ്സിൽ ഓർമ്മ വേണം. മൻസിലത്തു തൗബയാണ് പറയുന്നത്. അതിൽ പാപങ്ങൾ തമ്മിൽ വ്യത്യാസപ്പെടുമെന്ന് പറഞ്ഞു. വൻപാപങ്ങളും ചെറുപാപങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞു. ആ വൻപാപങ്ങളും ചെറുപാപങ്ങളും വേർതിരിക്കുന്നതിൽ തൗഹീദിൻ്റെ പ്രാധാന്യം, അല്ലെങ്കിൽ അള്ളാഹുവിൽ ശിർക്ക് ചെയ്യാത്ത ഒരാൾ എന്ന വിഷയം വന്നിടത്താണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഫദ്ല് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പരിപൂർണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാപങ്ങളില്ലാത്ത, അല്ലെങ്കിൽ പാപങ്ങൾ സംഭവിക്കാത്ത ഒരാളായി തീരുന്നത്, അല്ലെങ്കിൽ പാപങ്ങളെല്ലാം ഇല്ലാതായി പോകുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഫദ്ല് എന്ന് അറിയിക്കാനാണ് ഈ കാര്യങ്ങൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസം വായിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.